இப்போ நம்ம வந்து பார்க்க போற வீடியோ என்னன்னா கரிக்கு வெப் சீரிஸ்ல இருந்து ஸ்மைல் ப்ளீஸ் அப்படினு சொல்லிட்டு சோ ரொம்ப ரொம்ப எக்ஸைட்டட் வீடியோ பார்க்கிறதுக்கு ஆல்ரெடி வந்து நாங்க வந்து அரேஞ்ச்மெண்ட் மேரேஜ் அதுக்கான வீடியோ வந்து ரியாக்ட் பண்ணிருந்தோம். டிஸ்கிரிப்ஷன் வந்து அந்த லிங்க் வந்து கொடுக்குறோம், கண்டிப்பா வந்து செக் பண்ணி பாருங்க. வீடியோ போறதுக்கு முன்னாடி சேனலுக்கு நம்ம சப்ஸ்கிரைப் பண்ணல அப்படின்னா கண்டிப்பா சப்ஸ்கிரைப் பண்ணுங்க. உங்களோட சப்போர்ட் எங்களுக்கு ரொம்ப 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 தேவை. வீடியோ பார்த்தலாமா? ഇതാണ് സെറ്റപ്പ് എങ്ങനെയുണ്ട്? അടിപൊളി സെറ്റപ്പ് അല്ലേ? വാവ് വാട്ട് എ തട്ടിക്കുട്ടി ലക്ഷറി ലോക്കൽ സെറ്റപ്പ്. ബാച്ചലർ പാർട്ടി ഏതോ റിസോർട്ടിലാണ്, മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കല്യാണം തലേന്ന് ഏതോ ഒരു വീട്ടിൽ നാടകത്തിന്റെ സെറ്റപ്പ് ഇട്ട് ഞങ്ങളെ വിളിച്ചു വെച്ച് ഒമാനിക്ക് കൊണ്ടോ നീ. എടാ ഇത് റിസോർട്ടിനേക്കാൾ അടിപൊളി സെറ്റപ്പ് അല്ലേ? ഇതേ നോക്ക്. എടാ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്ത സ്പെഷ്യൽ ലൈറ്റ് AC അല്ല AC ഇവിടെ ഉള്ള തേ പടം 3 കുടം 3 ദിവസത്തെ പോരെ. ഒരാൾക്കന്നെ ഫുൾ ഫ്രീഡം. എന്ത് തോന്നുന്ന ദിവസം വെള്ളം കാണിച്ചു ഈ മുറി മാത്രം. എടാ കല്യാണത്തിന് ചിലവ് നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തോണ്ടാ കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യടാ. പണ്ട് എന്റെ മുത്തച്ഛൻ ആണ്ടിന് വിളിച്ചപ്പോ നീ എന്നെ കൊണ്ട് റിസോർട്ട് ബുക്ക് ചെയ്യിപ്പിച്ച് അവിടെ 2 ദിവസം അടിച്ച് പൂത്ത് കിടന്നിട്ട് ആണ്ടിന് വീട്ടിൽ പോലും കയറാൻ പോയാൽ എടാ അത് ഈ മരണവും ആണ്ടൊക്കെ എനിക്ക് പേടികളുണ്ടല്ലോ. ഞാൻ പറഞ്ഞു മൂട് പോയി, എന്റെ മൂട് പോയി. എടാ മൂടിനില്ലേ സാധനം ഈ ജ്യൂസും വെള്ളമൊക്കെ എടാ അതിന്റെ അടിയിൽ അടിയിലെന്ത്? ആ നോക്ക്. എടാ ഞങ്ങൾ നിന്റെ കൂട്ടുകാരാണോ അതോ പണിക്കാരാണോ? എടാ എവിടുന്നാണ് ഈ മാട്ടപ്പതിനൊക്കെ നിനക്ക് കിട്ടിയേ? എടാ എല്ലാവർക്കും കൊടുത്തു അപ്പൊ തീർന്നു പോയി. ഇതേ കിട്ടിയുള്ളൂ. പക്ഷെ ടെൻഷൻ അടിക്കണ്ട, ഞാൻ പോയിട്ട് വരും ഇത് സാധനമായിട്ട്. ഏത് നമ്മുടെ സാധനം ഫോറിന്? ആ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വരും. എന്നാ എന്തോ നോക്കണേ. വാ 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 വാ. ലാസ്റ്റ് ടൈം ഇവർതാനെ വാവാ കുട്ടി വാവാ. നീ അടിക്കണ്ട, കുഴപ്പമില്ല. നിനക്ക് ഇവിടെ ജ്യൂസ് ഉണ്ട്, ഒഴിച്ചു വെച്ചു. പിന്നെ തന്നോ ആ കപ്പലിൽ ഉണ്ട്. എടാ ഇതിനകത്ത് എന്തോടാ? ചിക്കൻ ഉണ്ട്. ചിക്കൻ ചേർക്കല്ലേ കേട്ടോ. ആ എടാ അപ്പോൾ 3 ഒഴിക്കുവാണ്. എടാ 3 പേർക്ക് ഒഴിക്കും, 2 പേർക്ക് ഒഴിച്ചാൽ മതി. ഞാൻ പോയിട്ട് വന്നിട്ടുണ്ട്. എടാ അതല്ല എനിക്ക് പോയിട്ട് ദക്ഷിണ വാക്കി കൊടുക്കണം. എടാ നിനക്ക് ദക്ഷിണ വന്നിട്ടാ ഞാൻ അടിച്ചു തുടങ്ങി. ഞാൻ എന്നോട് ഈ ദക്ഷിണയുടെ കാര്യം പറഞ്ഞ് മുങ്ങാൻ നോക്കല്ലേ. അതൊക്കെ ദക്ഷിണാഫ്രിക്കയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ. എടാ ഒഴിക്കില്ല, വേണ്ട വേണ്ട, ഒഴിക്കില്ല. ചേട്ടാ നിന്റെ കല്യാണം ഒരു ശേഷം ഞാൻ പറഞ്ഞിട്ട് കുടിക്കണം മാറി. സോറി. എന്താ വന്നേ? ആ വരുന്നത് ഞാനിവിടെ അടുത്തുണ്ട്. ഒരു 5 മിനിറ്റ് ആ വരുവാ. എന്റെ പൊന്നളിയായി കല്യാണം എന്നൊക്കെ പറയുന്നത് തലവേദന പിടിച്ച് ഏർപ്പാടാന്നറിയോ? ഈ വിളിച്ചവർ വരുന്നവരൊക്കെ പോട്ടെ, ഈ കണ്ടടച്ചാങ്ങൾക്കൊക്കെ ദക്ഷിണ കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എവിടെ ഏർപ്പാടാ? അച്ഛൻ്റെ ഒരു സെറ്റ് മൊത്തം കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി ചെന്നിട്ട് വേണം അമ്മയുടെ സെറ്റുകാർക്ക് കൊടുക്കാൻ. കുമ്പിട്ട് ഞാൻ മടുത്ത്. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരെ വല്ലതും വെച്ച് നടത്തേണ്ട ഒരു പരിപാടിയാണ്. ഇതൊരുമാതിരി ഉത്സവത്തിന് ആൾ വന്ന പോലെ. പിന്നെ ഞാൻ വിളിച്ചിട്ട് എന്റെ ബോസും ടീമും അപ്പുറത്ത് വന്നിട്ടുണ്ട്. അവരെ പോലും ഞാൻ ഇതിന്റെ മുഖം കാണിച്ചിട്ടില്ല. അതിന് മുന്നേ എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം, വീട്ടിൽ ചെന്നാൽ അത് നടക്കത്തില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാ, നിങ്ങൾ ഇവിടെ അടിക്കി, ഞാൻ പോയിട്ട് വന്ന് നമുക്ക് പൊളിക്കാം. ഓക്കെ അപ്പൊ ശരി, എൻജോയ്. ചെക്കനടാ അടുത്ത ഇനി 6 കല്യാണമാണ് നമുക്ക് നിന്റെ കല്യാണം കൊടുത്തേ. എന്നിട്ട് എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും പിന്നെ നീ ചെലവിൽ വരും. ഇല്ലല്ലോ അതിനെ ചിന്തിക്കണ്ട. പിടി. Cheers. இது வேற ஒரு இடமா? ஆமா வரணும். நீங்க കമ്പനിക്ക് ഒരുമാതിരിപ്പെട്ട കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റിൽ ഇല്ലാത്ത ഒരു ഉഗ്ര ഇൻഷുറൻസ് പോളിസി ഐഡിയ ഉണ്ട്. വെഡിങ് ഇൻഷുറൻസ്. വെൽഡിംഗ് പണിക്കാർക്ക് ഇൻഷുറൻസ് ഉണ്ടോ? മറ്റേ അഗ്നിപഥ സ്കീം. വെൽഡിങ്ങിലോ വെഡിങ് ഇൻഷുറൻസ് അതെനിക്ക് മനസ്സിലായി. അതല്ല ഈ വെഡിങ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അതെ സാറേ, 2 പേര് കല്യാണം കഴിക്കുമ്പോൾ അത് സക്സസ് ആവാം, ഫെയിലിയർ ആവാം. സക്സസ് ആയ പോട്ടെ, ഫെയിലിയർ ആയിക്കുന്നതിനകത്തൊരു ദുരന്തരിക്കങ്ങള് ഈ ദുരന്തത്തിനെ കവർ ചെയ്യാൻ നമ്മുടെ കമ്പനി ഒരു ഇൻഷുറൻസ് പോളിസി, വെഡിങ് ഇൻഷുറൻസ്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? കൊള്ളത്തില്ല. കേട്ടോ പ്രദീപേ, ഒരാൾക്ക് വളരെ ആകസ്മികമായോ അല്ല അറിവില്ലാതെയോ സംഭവിക്കുന്ന ദുരന്തങ്ങൾക്കാണ് നമ്മൾ ഇൻഷുറൻസ് കവർ ചെയ്യുന്നത്. അല്ലാണ്ട് അയാൾ അറിഞ്ഞുകൊണ്ട് വരുത്തി വെക്കുന്നതോ മറ്റേ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിക്കുന്ന ദുരന്തങ്ങളൊക്കെ ഇല്ലേ, ഒരു കമ്പനി ഇൻഷുറൻസ് കൊടുക്കത്തില്ല. മനസ്സിലായോ? അതാണ് അതിന്റെ ഇരിപ്പ് വശം. അല്ല അപ്പൊ സാറേ അറിയാതെ പറ്റുന്ന കല്യാണങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റും? അറിയണ്ടേ കല്യാണം? എന്റെ കല്യാണം അത് അറിയാണ്ട് പറ്റിയ കല്യാണമല്ലേ? എനിക്ക് അറിയാത്ത പ്രായത്തിൽ. ഇവിടെ താൻ എന്താ ഈ പറയുന്നത്? വല്ല പിടിയുണ്ടോ സാറിനോട്? ഇതിപ്പോ എങ്ങനെ? ഞാൻ സാറിന്റെ കല്യാണ ഫോട്ടോ കാണിച്ചുതരാം. അതിനകത്ത് എന്റെ കോലം കണ്ട സാറിന് മനസ്സിലായി. അറിയാത്ത പ്രായത്തിൽ അറിയാതെ പറ്റിയ കല്യാണമാണ്. ഫോട്ടോ കണ്ടറിയില്ലേ മനസ്സിലാവാമെങ്കിൽ വിമലേ തന്റെ CV കണ്ടപ്പോഴേ വലിച്ചെറിയ നമ്മുടെ തോട്ടിലും കളഞ്ഞാൻ. തന്റെ നീ ഞാനതൊന്ന് കുടിച്ചോട്ടെ. സാറേ മനു പാടോ, നമ്മളിപ്പോ കല്യാണത്തെ സംസാരിച്ചോളൂ.
പ്രതിഭേ സാറേ എല്ലാ കാര്യം ഓക്കെയല്ലേ? ഇവിടെ കുഴപ്പമൊന്നുമില്ല. വീട്ടിലെ കാര്യമൊക്കെ ഉണ്ട്. സാറേ ബന്ധുക്കളെ ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളാണ്. എല്ലാവരും ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യണം. പോരാത്തിന് നാളെ നേരത്തെ മുഹൂർത്തം. അതുകൊണ്ട് ഈ ദക്ഷിണോടുപ്പും കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രി കൊണ്ടൊക്കെ തീർക്കുള്ള പരിപാടി. മുഹൂർത്തം എത്ര മണിക്കായിരുന്നു? സാറേ മുഹൂർത്തം നാളെ 10:30 30 ഇടയ്ക്ക്. 5 മിനിറ്റ് ഉള്ളൂ മുഹൂർത്തം. 5 മിനിറ്റേ ഉള്ളൂ. ജോലി ചെയ്ത് തന്നെ എന്തോ ചെയ്യാൻ സാറേ? ടൈറ്റ് ആണല്ലോ. ടൈറ്റാ. 5 മിനിറ്റ് കൊണ്ട് തന്നെ കെട്ടണേ. ഇതിനിട്ട് ചെന്നിട്ട് വേണം. ചിറ്റപ്പൻ്റെ ഒക്കെ ചെറിയൊരു താലിറ്റർ ക്ലാസ് ഉണ്ട്. അല്ലെങ്കിൽ നാളെ കെട്ടാൻ തന്നെ വിറവിൽ വന്നു കഴിഞ്ഞാൽ വയറിലായി പോകും. അപ്പൊ തനിക്ക് ടെൻഷനോടെ എനിക്കൊരു പെഗ് കഴിച്ചിട്ട് പോകാം. അയ്യോ ഇല്ല സാറേ, കുറച്ച് തിരക്കുണ്ട്. അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ വരാം. പുറം തന്നെ ഫ്രണ്ട്സ് ഉണ്ടോ? അതുകൊണ്ട് എന്തായാലും പറയാം. ശരി എന്നാ പ്രതിഭ ഇവിടെ കാണുമല്ലോ. സാറേ ചെയ്യും സാറേ നീ ആശ്വാസമായി. അടുത്ത 6 കല്യാണമാണെങ്കിൽ നമുക്ക് അതിനെ ട്രിപ്പ് പോകണോ? ആ കഥ. പിന്നെ ട്രിപ്പ് പോകുമ്പോൾ ഈ കുളു മണാലി കൊടൈക്കനാലിൽ പറഞ്ഞ സ്ഥലത്തൊന്നും പോകല്ലേ. നമ്മൾ പോകുമ്പോൾ മിനിമം യൂറോപ്യൻ ട്രിപ്പെങ്കിലും യൂറോപ്പ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെയ് പ്ലാൻ ചെയ്യാം അല്ലേ? അടുത്ത മാസം മെയ് പോകാനുള്ള കാശ് വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല. എൻ്റെ ഇല്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത വർഷം 2020 മെയ് പോകാനുള്ള കാശ് സെറ്റാക്കിയിട്ട് പോവാം. ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ നിന്നിട്ടുള്ള ബാക്കി ചിലവൊക്കെ ഞാൻ എടുക്കണം. എന്താ പതിവില്ലാത്തൊരു കോൺഫിഡൻസും വാശിയൊക്കെ എന്താ പറ്റി? അടുത്ത കൊല്ലം എൻ്റെ ഒരു പടം ഇറങ്ങുന്നുണ്ട്. അതിന്റെ സക്സസ് പാർട്ടി യൂറോപ്പിലാണ്. അപ്പൊ AD to MD അല്ലേ? എന്താ വെച്ചാ അല്ല, അസിസ്റ്റന്റ് ഡയറക്ടർ ടു മെയിൻ ഡയറക്ടർ. എടാ ബിഗ് സ്ക്രീൻ. അവന്റെ പടം ഞാൻ പറഞ്ഞല്ലോ. അല്ലടോ, ആരാ അഭിനയിക്കണേന്ന്? ആരുടെ പടമാണ്? ആരാണ് ഹീറോ? സൂപ്പർ സ്റ്റാറിന്റെ പക്ഷേ ആരാന്ന് പറ. അറിയടോ. അപ്പൊ ഞങ്ങൾ ആരോടും പറയത്തില്ല. പടത്തിന്റെ പേരെങ്കിലും ഒന്ന് പറയും. പേരെങ്കിലും പറയാം. ഇത് അടുത്ത കൊല്ലം ഇറക്കാൻ വെച്ചിരിക്കുന്ന പടമായിട്ട് പടത്തിന്റെ പേര് 2020. അങ്ങനെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. 2020. എടാ 2020 രണ്ടായിട്ടാ. ഇത് ഒറ്റയായിട്ട് 2020. എടാ 2020 എഴുതുമ്പോ അങ്ങനെ 2020 തന്നെയല്ലേ? 2020 എന്നല്ലേ വായിക്കുക? അക്കത്തിലാണെങ്കിൽ അത് വിഷയമാണ്. 2020 എല്ലാവരും വിചാരിക്കുന്നു. എൻ്റെ പടാന്ന് വിചാരിക്കുന്നു. നമുക്ക് 20ാം നൂറ്റാണ്ടെന്ന് 21ാം നൂറ്റാണ്ട് അത് ഇറങ്ങിയിട്ടുണ്ട്. പടം. നീ ടെൻഷൻ അടിക്കില്ലേ? നമുക്ക് ഈ പടത്തിന്റെ ലൊക്കേഷൻ എവിടെ? ചെന്നൈ. അങ്ങനെയാണ് നമുക്ക് 2020 മദ്രാസ് മീൻ കിട്ടണം. എന്നാ താമ്പോ 2020 ഫിലിം കോട്ടയം ഇവിടെ പടം നടക്കുന്നത് ചെന്നൈയിലാണോ എന്നും പറഞ്ഞ് ഇറങ്ങിയ പടത്തിന്റെ പേരിട്ട് ശരിയാവും. പിന്നെ ഉള്ള പടത്തിന്റെ പേരൊക്കെ നാട്ടുകാരിട്ട് അവരുടെ പടത്തിന്റെ പേര് വേണ്ടേ? എന്റെ പടം ഞാൻ ഈ കൊല്ലം ഇറക്കിക്കോളാം. പടത്തിന്റെ പേര് 2019 ഇട്ടോളാം. അത് മതി. എന്തുവാടാ ഒരുമാതിരി വീട്ടിലെ കറണ്ട് ബില്ലൊക്കെ പോലെ 2019 30 കിട്ടാ. എന്തുവാ മക്കളെ കുറച്ചായിട്ട്? എന്ത് പറ്റി മോനെ? ബഹളമൊന്നുമില്ല. ഞങ്ങൾ നമ്മൾ സിനിമാ പേര് പറഞ്ഞ് വിളിക്കുമല്ലോ. ആണോ? ചെറുക്കൻ്റെ കൂട്ടുകാരല്ലേ? അവൻ എന്നെയാണ് എല്ലാ കാര്യവും പറഞ്ഞു വെച്ചിരുന്നത് കേട്ടോ. നമ്മളെ വിളിക്കണം. സ്വന്തം വീട് പോലെ കാണണേ. കേട്ടാ സോഡ അറിയണം. സോഡ തീർന്നു. അയ്യോ, ഇവിടെ 2 സോഡ ഉണ്ടല്ലോ കേട്ടോ. ആണോ? ഇവിടെ 2 സോഡ ഉണ്ടായിരുന്നോ? എങ്കിൽ പിന്നെ ഓറഞ്ച് തന്നെ എടുത്തോട്ടോ. ആണോ? ഞാനൊരു പയ്യനെ സോഡ പിടിക്കാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. അവൻ വരുമ്പോൾ ഞാൻ എത്തിക്കാം. അവനോട് തോന്നല്ലേ കേട്ടോ. ജ്യൂസ് കുടിക്കുന്ന ആരോട് ചോദിച്ചിട്ട് സോഡ എടുത്തോളാൻ പറഞ്ഞു. ആ സോഡ അധികം പറ്റായിരുന്നില്ലേ? ആര് പറഞ്ഞു? ഇനി ആ സോഡ വരുന്നവരെ ചിക്കന് തൊടാൻ പാടില്ല. കപ്പലിനെ മാത്രം കയറ്റിയാൽ മതി. അവൻ ഇതൊക്കെ അറേഞ്ച് ചെയ്തത് ഇവനാ? ഇവൻ എന്ത് ചെയ്യാൻ? അവൻ മനു. അവൻ്റെ കല്യാണം ആയപ്പോയില്ല. എല്ലാത്തിനും അവനല്ലേ കൊടുക്കും. പോട്ടെ. അതുവരെ ഈ സോഡ വെച്ച് തീർക്കാം. ഇനി അത് തീർന്നു കഴിഞ്ഞാൽ എൻ്റെ ജ്യൂസ് ഒഴിച്ചടിക്കും. എന്താ സാറേ നോക്കണേ? ചാറ്റിംഗ് ആണോ? പോയില്ലടാ, ഞാൻ ഈ ഫണ്ടിന്റെ കാര്യം നോക്കുമായിരുന്നു. അല്ല സാറേ, ഇതിന്റെ ഫണ്ട് ഒന്നും കൊടുക്കണ്ട. ഇപ്പൊ അവന്റെ ട്രീറ്റ് അല്ലേ? സാറിന് ഹോസിന് കഴിച്ച് ശീലം. അതുകൊണ്ടാണ് ഇവിടെ ഒരു ആ ഫണ്ട് കിട്ടും, മ്യൂച്വൽ ഫണ്ട്. ഞാനിവിടെ കുറെ കാലമായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നില്ലേ ആ സാധനം. കിട്ടുന്ന സാലറി കൊണ്ട് ജീവൻ തന്നെ മുക്കി മൂടിയാണ് പോണത്. പിന്നെ എവിടെ നിന്ന് എടുത്ത് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്? ഇപ്പൊ കിട്ടുന്ന സാലറിയിൽ ഡെയിലി ഇതുപോലെ കമത്താറുണ്ട്. അങ്ങനെ ഒരു ദിവസം കമത്തുന്ന കാശുണ്ടെങ്കിൽ തനിക്ക് ഇത് ചെയ്യാന്നേ ഉള്ളൂ. ഇവിടെ ഒരു 500 എടുത്താൽ ടാക്സ് സേവിംഗ് ഫണ്ടിലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. വർഷാവസാനം ടാക്സ് ബെനിഫിറ്റ് എങ്കിലും കിട്ടും. സാർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്സ്റ്റോക്സിൽ പറയുന്നവിടെ പുള്ളി ഇപ്പൊ തന്നെ കള്ളൂണിത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകും.
രത്തൻ ടാറ്റയൊക്കെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനി പിന്നെ തനിക്ക് എന്താ വിശ്വാസം ആണോ എന്നെനിക്കിവിടെ തുടങ്ങിയത് സാറേ തനിക്ക് തന്നെ തുടങ്ങാന്നേ ഉള്ളൂ തൻ്റെ ആധാർ കാർഡും ബാങ്ക് കാർഡും ഇല്ലേ അത് വെച്ച് ഓൺലൈൻ തുടങ്ങാം അവർക്കാണ് 10,000 മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓപ്ഷൻസും ഉണ്ട് പോരാത്തിന് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിങ് ആണ് ചെയ്യുന്നതിൻ്റെ അവർ കമ്മീഷൻ കൊടുക്കണ്ട പിന്നെ മ്യൂച്വൽ ഫണ്ട്സ് അല്ലേ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും തനിക്ക് റിഡീം ചെയ്യാം എന്നാ തുടങ്ങാം സാറേ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും ഞാനതിൻ്റെ ലിങ്ക് അയച്ചതാണ് അത് വെച്ച് താൻ തുടങ്ങിയാൽ മതി കേട്ടോ ഞാനും കുറേ കാലമായിട്ട് സാറേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം സാറേ ഞാൻ ഈ മദ്യപിച്ചുകൊണ്ട് പറഞ്ഞല്ല സാറിനോട് ആരോട് മാത്രം പറയാം എനിക്ക് ഈ ഇൻഷുറൻസ് മേഖലയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുള്ളൂ സാറേ എന്താണ് ഈ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് ഒന്നും ശരിയല്ല കസ്റ്റമേഴ്സ് ഒക്കെ ഓരോ ടൈപ്പ് അല്ലേ കുറച്ച് പേരൊക്കെ റഫായിട്ടൊക്കെ സംസാരിച്ചിരിക്കും നമ്മൾ പ്രൊഫഷണലായിട്ടൊക്കെ ഡീൽ ചെയ്യണം ഈ റഫായിട്ട് സംസാരിക്കാൻ അല്ല സാറേ അത് പോട്ടെ 2 ദിവസം മുമ്പ് ഞാൻ പോലീസ് പിടിക്കാൻ പോയപ്പോഴേ പോലീസ് പിടിക്കാൻ പോയപ്പോഴേ തല്ലി സാറേ തല്ലിയോ ആരുടെ അല്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് താനത് നേരത്തെ റിപ്പോർട്ട് ചെയ്യണം എടോ അത് ചെയ്യണം എടോ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ലീഗലായിട്ട് മൂവിയുള്ള പ്രൊഫഷൻസ് ഉണ്ട് അറിയാമോ അത് ശരി സാറ് കേൾക്കണം 2 ദിവസം മുമ്പ് ഞാളുടെ വീട്ടിൽ പോയി അപ്പൊ ഇയാള് ജോലിക്ക് എന്ത് പറഞ്ഞ ഞാൻ ചെന്ന് ഇയാളുടെ അടുത്ത് പറഞ്ഞു സാറൊക്കെ ഈ സ്കൂട്ടറായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു ടിപ്പർ കയറി സാർ ചത്തു വന്ന് വിചാരിക്കാം രാവിലെ കുളിച്ചൊരുങ്ങി സന്തോഷമായിട്ട് ജോലിക്ക് പോകാൻ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി പറയുക അയാളെ ടിപ്പർ കയറി ചത്തു പോകുന്നു അല്ല സാർ ചത്തുപോയാലും അവർക്ക് ഇൻഷുറൻസ് കിട്ടുള്ളൂ അപ്പൊ പൈസ കിട്ടാറില്ല ആദ്യം പറയുന്നത് എടോ എന്ന് വെച്ചൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും പറയുമോ ചത്തു പോകുന്നു ഇയാളെ കൊണ്ടൊക്കെ ചുമ്മാ നല്ല കമ്പനിയുടെ ടാർഗറ്റ് ഒന്നും തികയാത്തത് എടോ എന്ത് പറയുന്നുള്ളതല്ല അതെങ്ങനെയാണ് പറയുന്നുള്ളതിലാണ് കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ സിറ്റുവേഷൻ അനുസരിച്ച് ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കണം ഉദാഹരണം ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കും ക്ലയന്റ് ഇങ്ങോട്ട് നോക്കാം സാർ ഇത് സാറിന്റെ കുടുംബമാണെന്ന് വിചാരിക്കാം ഓക്കെ സാറെ കൈ നീട്ടിക്കേ ഇപ്പോൾ സാറെ കൈകളിൽ സാറെ കുടുംബം സുരക്ഷിതമാണ് അല്ലേ സുരക്ഷിതമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാർ നമ്മുടെ കമ്പനിയുടെ സിന്ദഗി നാമിലേക്ക് ദോബാര ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ തീരുമാനിക്കുന്നത് പ്രതിഭ ഇതിന്റെ വേണ്ടി ഇതാണ് സാർ അടുത്ത പോളിസി അങ്ങനെ ഇരിക്കുക പെട്ടെന്നാണ് സാർ സാറിന്റെ കുടുംബം പേടിക്കണ്ട ഒട്ടും പേടിക്കണ്ട നമ്മുടെ കമ്പനിയുടെ കൈകളിൽ സാറിന്റെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതം അപ്പോൾ സാറിന്റെ ഇല്ലായ്മയിൽ സാറിന്റെ കുടുംബത്തിന് മനസ്സിലാവും അന്ന് സാർ ഇൻഷുറൻസ് എടുക്കാൻ കാണിച്ച തീരുമാനം വളരെ സുപ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇല്ലേ ഇങ്ങനെ വേണം ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അപ്പൊ കുപ്പിയായിട്ട് പോയ പോളിസി സെറ്റ് അത്രേ ഉള്ളൂ സാറേ അതിനുള്ള മറുപടി സാറ് കൊടുക്കും ഞാൻ കൊടുക്കണം ഇവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കണോ കുപ്പി മാത്രം കൊണ്ടിട്ട് എന്താണോ കാര്യം ഗ്ലാസ് അല്ലേ മെയിൻ എന്നല്ല തന്നെ കയ്യിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളവർക്ക് ഗ്ലാസ് ആ വീട്ടിൽ ചോദിച്ചാൽ പോരാ ആ ഓടിച്ച് ഞങ്ങളെ ഇറക്കണം എന്നൊക്കെ ഒരു ഗ്ലാസ് തന്നില്ലെങ്കിലും ഒരു ഗ്ലാസ് പോലും ചോദിച്ചിട്ട് തരാത്ത വീട്ടിൽ പോളിസി കൊടുക്കണ്ട കണ്ട സാർ ഒരു വീട്ടിൽ പോയി ഇൻഷുറൻസ് കൊടുക്കണ്ടെന്ന് ഞാൻ ഗ്ലാസ് ഉണ്ടാക്കിക്കോട്ടെ സാറേ എനിക്ക് ഒരു സീനുമില്ല സാറേ ഇനി കണ്ണി കണ്ട വീട്ടിൽ പോളിസി കൊടുക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ കമ്പനിക്ക് റെപ്യൂട്ടേഷനിൽ ഈ മണ്ടന്റെ കാല സാറ് ജോലിക്കെടുത്ത് ഞാനാ ആ മണ്ടന മാത്രമല്ല തന്നെ എന്റെ ഗ്ലാസ് എവിടെ ഇതിന്റെ പെഗ് എവിടെ എന്നാ ഒരു പെഗ് ഒഴുക്കി അയ്യോ കുപ്പി നേരത്തെ സാറേ എടോ നേരത്തെ ഒരാൾ വന്നില്ല അയാളെ വിളിക്കുക അയാളോട് പറ അല്ല ഞാൻ പറയാം അയാളോട് അയാളുടെ നമ്പർ വാങ്ങിയില്ല എടോ അയാളിവിടെ എല്ലായിടത്തും കാണും പോയി നമ്പർ മേടിച്ചിട്ട് എന്നിട്ട് വിളിച്ച് പറ ഇവിടെ ആള് വേണം ഇങ്ങോട്ട് വരാൻ ഇനിയിപ്പോ അവിടെയും പോയി ഇറക്കണം സാറേ ഇയാളെ ഒറ്റ എടുക്കാണ് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ മൊത്തം കളഞ്ഞു കൊടുക്കണേട്ടാ പിന്നെ സാറ് ഇവിടെ ചോദിക്കട്ടെ അങ്ങനെ വെള്ളമടിച്ച് ഇവിടെ ഇരുന്നാ മതിയാ ആ കല്യാണ വീട്ടിലൊക്കെ പോയി തല കാണിക്കണ്ടേ എന്തിന് എല്ലാവർക്കും അറിയാം കൂട്ടുകാർ തലേദിവസം വന്നാൽ വെള്ളം അടിക്കാനാണ് എന്നാലും നമ്മൾ അവിടെയൊക്കെ പോയിട്ട് വിളമ്പാനൊക്കെ ഒന്ന് കൂടെ നിൽക്കണ്ടേ എന്റെ പൊന്നളിയാ വിളമ്പാനൊന്നും നിൽക്കണ്ട ഓർക്കുന്നുണ്ടോ ഇവൻ നീനുന്റെ കല്യാണത്തിന് വിളമ്പാൻ കയറിയത് ആവേശം മൂത്തളിയെ ഫസ്റ്റ് പന്തിക്കല്ലേ വിളമ്പാൻ കയറി ഒരു പാവം അമ്മൂമ്മടാ അവനെ ഇത്തിരി രസം തരുമെന്ന് പറഞ്ഞ് കൈക്കുമ്പിൾ കാണിച്ചു തന്നതാ തിളച്ച രസം കൂടി അമ്മൂമ്മയുടെ കയ്യിൽ ഒറ്റ ചാച്ചെടുത്ത അമ്മൂമ്മ രസം എടുത്ത് ഒറ്റ കയറി ആ പ്രശ്നത്തിനകത്തൊന്ന് ഊരിപ്പോകാൻ പെട്ട പാട് ആ അമ്മൂമ്മയുടെ കൈയൊന്നും കാണരുത് മധുരക്കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചാണ് ഇപ്പോഴും ഈ മധുരക്കിഴങ്ങും രസമൊക്കെ കാണുമ്പോൾ ആ അമ്മൂമ്മയുടെ കൈ എനിക്ക് ഓർമ്മ വരും മാതാവേ തല്ലുകൊള്ളാന്ന് ഭാഗ്യം പപ്പടം കാണുമ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ഓർമ്മ വരാറുണ്ടോ അഞ്ചരയുടെ കല്യാണത്തിന് പോയപ്പോ അവിടെ വെയിറ്റ് കുറവാന്ന് പറഞ്ഞോണ്ട് പപ്പടക്കൊട്ട എടുത്തോണ്ട് ആളിനെ അങ്ങോട്ട് വിളമ്പാനങ്ങോട്ട് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ആളുകൾ നോക്കിയപ്പോ ഒരു അരിപ്പ ചെട്ടി കിട്ടോണ്ട് പന്തിയുടെ നടുക്കൂടെ പപ്പടം പറഞ്ഞ് വിളമ്പാൻ തോന്നി. അതാ തോരനെ കൊണ്ട് പോയ മുണ്ട് ചവിട്ടിപ്പറച്ച ഞാൻ പക്ഷെ കാണിച്ച വൃത്തികേടാണ്. പക്ഷെ ഇതൊന്നും നല്ല ഹൈലൈറ്റ്. അവസാന കളിയിൽ 2 പപ്പടം പിടിച്ചോണ്ട് ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു നമ്മൾ ഇന്ന് വിളമ്പാൻ പോകണ്ട. നമുക്ക് ഇതുപോലെ രസകരമായ പഴയ കാര്യങ്ങളൊക്കെ വിളമ്പിയിരിക്കാം. ശരി വിളമ്പണ്ട, അടിച്ചിട്ട് നേരത്തെ കയറി കിടന്ന് ഉറങ്ങാവോ? എന്തിന്?
നീയൊക്കെ കാരണം എനിക്ക് ഒരുത്തൻ്റെ താലകെട്ട് കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഇവന്റെ എങ്കിലും കണ്ടാകൊള്ളാന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അവൻ സാധനം കൊണ്ട് വരാന്ന് പറഞ്ഞല്ലേ. അപ്പൊ സാധനം കൊണ്ട് വന്നിട്ട് നമുക്ക് അത് മേടിച്ച് കിടന്നു തുടങ്ങാം. മക്കളെ സോഡയായിട്ടാ പയ്യൻ വന്നായിരുന്നു. ഇല്ല വന്നില്ല. എന്തോ ചെയ്യുമെന്ന് പറ. എന്താട്ടാ മക്കളെ അവന്റെ നമ്പർ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അത് സാരമില്ല. പയ്യെ സോഡയായിട്ട് വരുമ്പോൾ ചേട്ടൻ തന്നാണ് കേട്ടോ. മക്കളെ നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവും. വിഷയം അതല്ല. അപ്പുറം ബോസിൻ്റെ അടുത്ത് മദ്യം തീർന്നു പോയി. ഞാൻ ആ പയ്യനോടൊരു കുപ്പി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങേക്ക് ഇപ്പോൾ മദ്യം വേണം. തൽക്കാലം നിങ്ങളുടെ ഒന്ന് മേടിച്ച് കൊടുക്കുന്നുണ്ടൊക്കെ പറയുന്നു. ഞാനിത് ചെയ്യും. കൊടുത്തില്ല മോശമല്ല. അവൻ്റെ കല്യാണമല്ലേ. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യുമല്ലേ? അല്ല ഇവിടെ ഇപ്പോൾ രണ്ടാരൊക്കെ പേരിട്ടോ ഞാനാണ്. ആണോ? ഞാൻ കൊണ്ട് കൊടുക്കട്ടെ. വലിയ കാര്യമായിക്കോട്ടെ മോനെ. ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളോടായതുകൊണ്ട് എനിക്കിത് പറയാം. അവിടെയൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ കേട്ടോ. മാമനോടൊന്നും തോന്നല്ലേ? ഇല്ല നീ ആരോട് ചോദിച്ചിട്ട് അയാൾക്ക് കുപ്പി എടുത്ത് കൊടുത്ത് ആരാ മോട്ടർ ഈ മാട്ടടിച്ച് എനിക്ക് മതിയായില്ലേ? എടാ മാട്ട പോയിന്റ് എനിക്ക് ആ ബോസ് എന്ന് പറയുന്നതിന്റെ ആറ്റിറ്റ്യൂഡ് തീരെ പിടിക്കത്തില്ല. നമ്മൾ ആദ്യം ഇന്നൊരു സോഡ കൊടുത്തു വിട്ടുകൊണ്ടാണ് ഇവിടുന്ന് തന്നെ അയാൾ ഒരു കുപ്പി എടുപ്പിച്ചത്. അയാൾ അവന്റെ ബോസൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളവന്റെ ഫ്രണ്ട്സ് അല്ലാതെ വലിയ കയറി വന്നവരൊന്നുമല്ല. അയ്യേ നീ എന്താണ് കൊച്ചു പിള്ളേരെ ഡബറുണ്ടോ കട്ടറുണ്ടോ എന്ന് പറഞ്ഞ് മോങ്ങളെ മോഹം കൊണ്ടിരിക്കണേ. വെള്ളം ഒടിക്കാൻ തന്നെ കാല് മടക്കിയാൽ തൊഴിൽ കേട്ടോ. കട്ടൻ പറഞ്ഞു എടുത്തോണ്ട് പോകുന്ന പോലെയാണ് കുപ്പി എടുത്തോണ്ട് പോകുന്നത്. എടാ ഈ മാട്ടം ഉണ്ട് അയാൾ കമത്തട്ടെ. നമുക്ക് വേറെ ഫോറിൻ വരുമല്ലോ, നമുക്ക് അത് കുടിക്കാം. അതങ്ങാണ് അയാൾ മാന്താൻ വന്നതെന്ന് എന്റെ സ്വഭാവം. അതിൽ നിന്ന് മാന്താൻ വന്ന് നമ്മൾ കൊടുക്കുന്നില്ല പോരെ. എന്നിട്ട് വെള്ളം ഇറങ്ങി. എടാ കൂടുതലാ നീയോട്ട് നോക്കി. എടാ നീയോട്ട് നോക്കിയേ. ഒന്നിങ്ങോട്ട് നോക്കണം മണ്ടന്മാരെ. ഇനി ഞാൻ പറഞ്ഞു തരത്തില്ല കേട്ടോ. ദേ ഇതാണ് സിന്ദിഖി അമിലേക്ക് ദോബാര നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി. ഇത് താരേ സമീൻ പർ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്ലെയിം പോളിസി. ഇത് ധൂം വെഹിക്കിൾ ഇൻഷുറൻസ്. അയ്യോ എന്റെ പൊന്നെ, എന്റെ കൈ തട്ടി കയറി പോയതാ, മാറ്റി. അപ്പൊ ഇത് മൂന്നുമാണ് നമ്മുടെ കമ്പനിയുടെ മെയിൻ പ്രോഡക്ട്സ്. ഇതിന്റെ സെയിൽസിന് ഗ്രോത്ത് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് ഉയരൂ. അവന്മാർക്ക് ഇപ്പൊ കപ്പലുണ്ട്. മനുവിന്റെ ഫ്രണ്ട്സിന് ആദ്യം മദ്യം വേണമെന്ന് പറഞ്ഞു. ചേട്ടൻ 3 പെഗ് എടുത്തുകൊണ്ട് പോയി കൊടുത്തു. അത് കാരണം നമുക്കിവിടെ മദ്യം തികഞ്ഞില്ല. എന്നിട്ട് ചേട്ടാ കുപ്പി കൊണ്ടുതരാം. ഇവിടെ ആഴെയുള്ള കപ്പലുണ്ടെങ്കിൽ കൂടെ ചേട്ടൻ എടുത്തോണ്ട് പോവാം. അവർക്ക് ഇവിടുന്ന് തന്നെ എടുക്കണം എന്താ ഇത്ര നിർബന്ധം? അവിടെ ഒന്നും ഇല്ലേ? അവിടെ എല്ലാം ഉണ്ട് സാറേ. ചിക്കനും മട്ടനും ബീഫും മദ്യവും എല്ലാം ഉണ്ട്. പിള്ളേര് കാർത്തിയാണ്. ഇങ്ങനെ വയറ് പൊളിഞ്ഞ പിള്ളേരുണ്ടോ? എന്തോ ചെയ്യാൻ നോക്കല്ലേ, വിഷയമാക്കല്ലേ. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാണ്. നാളെ അവന്റെ കല്യാണമല്ലേ നമ്മുടെ ചെറുക്കൻ്റെ. അത് ഓർത്തിട്ട് ഞാൻ ചേട്ടൻ അത്ര ശരിയുള്ള കാര്യമല്ലട്ടാ. നിങ്ങളെ പോലെ മാന്യമാർക്ക് അടുക്കാൻ കൊള്ളൂല്ല സാറേ. കച്ചറ പിള്ളേരാ. ഇത്ര അലമ്പ് പിള്ളേരെ എന്റെ കരിയർ ഞാൻ കണ്ടു സാറേ. മദ്യം ഞാൻ എത്തിക്കാം കേട്ടോ. അവന്മാർക്ക് ബെറോട്ട മേടിക്കാൻ ഒരു പയ്യനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവനെ ഞാൻ വിളിച്ച് പറയാം. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ. അവനോടൊന്നും തോന്നല്ലേ? സാറേ ശരിയാവില്ല കേട്ടാ. നമ്മൾ മനുവിന്റെ ഗസ്റ്റ് അല്ലേ. ഇനിയിപ്പോ സാറ് പേടിച്ചോണ്ട് കുപ്പി നമ്മൾ അടിച്ചു തീർക്കും. ഒന്ന് ചുമ്മാ ഇരിക്കണം. നാളെ മനുവിന്റെ കല്യാണം വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നത്തിലാണ്. അയാൾ പറഞ്ഞിട്ടില്ലേ ആലമ്പ് പിള്ളേരെ ഒന്നിനും ബോധവും കാണത്തില്ല. സാർ ഇങ്ങനെ നന്നോരം കളിക്കേണ്ട ഒരു കാര്യമില്ല. സാർ ഇപ്പൊ എന്റെ കൂടെ വരാണെന്ന് പൂച്ചു വയ്ക്കാം. ഇവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ അങ്ങോട്ട് കൊടുത്തതും പോലെ സാറിന് അവിടെ കൊണ്ട് കൊടുക്കണം. സാറേ ഞാൻ മരങ്ങൾ കൊണ്ടിട്ടെ നമുക്ക് ഇവിടെ സെറ്റിൽ ചെയ്യാം. പ്ലീസ് സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. നിങ്ങളെ 2 പേരെ കൊണ്ട് തന്നെ ഞാൻ പൊറുതി മുട്ടിയിരിക്കാം. ഇനി അവന്മാരെ കൂടെ വിളിച്ചോണ്ട് വന്നിട്ട് വേണം ഇവിടെ ആകെപ്പാടുള്ള വെള്ളം കൂടെ. ഇവിടെ വെള്ളം ആരുടെ കുടിച്ചേർത്ത്? ഞാനല്ല പരുന്തല്ല തെരകളല്ല ചെമ്മാനൻ വാഴണ തൊരയരയൻ അങ്ങേ കടവിൽ പള്ളി ഉറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കാട പുറത്തോല കുടയുടത്ത് നാലും കുട്ടി ആരാണ് 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 പാട്ട് പാടിയത്? എന്താണ് കൊള്ളത്തില്ല. ഞാൻ പറയാൻ പറഞ്ഞില്ല, അപ്പുറത്തെ ബോസ് പറയാൻ പറഞ്ഞു. അതിന് അയാളെ സൂചിപ്പിക്കാനല്ലേ പാടിയത്. എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ മക്കളെ. അങ്ങനെ അടിച്ച് ഫിറ്റാ എണീറ്റ് ആടുക. അങ്ങനെ ഇപ്പൊ ചിക്കൻ ഫ്രൈ വേണം. ഇല്ല ചിക്കൻ ഫ്രൈ ഞങ്ങൾ എന്താ കഴിയും? അവന്റെ കല്യാണമല്ലേ ചോദിച്ച എന്തോ പറയും. ചേട്ടാ ഇതിനകത്ത് 2 പീസില്ലല്ലേ? 2 പീസ് ഉണ്ടായിരുന്നു. ഇന്നത് കൊണ്ടുവെക്കട്ടെ. 2 കൊണ്ടുവെക്കട്ടെ. ആണോ? അല്ലടാ അവന്റെ ബോസ് അല്ലേ കൊണ്ടുവച്ചിട്ട്. മക്കളെ ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനെ എന്റെ കരിയർ കണ്ടിട്ടില്ല. വേറെ വിചാരിക്കില്ലേ? മോന് പാടാൻ മാത്രം നിർബന്ധമാണ്. പടിഞ്ഞാട്ട് പോയിട്ട് അല്ലെങ്കിൽ വേണ്ട പാടേണ്ട വിഷയമാണ്. എന്തോ ആരുടെ വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ എടുത്ത് കൊടുത്ത്? ചിക്കൻ ഫ്രൈ പോയപ്പോ നിനക്ക് കൊണ്ടാ. നിന്റെ പാട്ടുകളെന്ന് പറഞ്ഞാൽ നൊന്താ പൊളിഞ്ഞ 2. ഇതാണ് ഇത്രയും നേരമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ല ആ ബോസ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ്. അയാളുടെ ആർത്തി അഹങ്കാരം കാരണമാണ് അയാൾ ഓരോന്നൊക്കെ എടുത്തോണ്ട് പോകുന്നത്. അതൊന്നും മനസ്സിലാക്കി തന്നതാ ഞാൻ. കാര്യം പറഞ്ഞ മനസ്സിലായി.
എന്നും പറഞ്ഞ് ഞങ്ങളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ചിക്കനൊന്നും എടുത്തു കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ആദ്യമേ പൊളിഞ്ഞു വന്നേ, പിന്നെ കല്യാണം ഇല്ല, വെറുതെ അടി ഉണ്ടാക്കണ്ടാന്ന് കരുതിയാ ഞാനൊന്നും ഉണ്ടാകും. മനു ഇങ്ങോട്ട് വന്നോട്ടെ. മനുവിന്റെ അടുത്തൊന്നും പറയണ്ട, അവന്റെ കല്യാണം നാളെ, വെറുതെ അവന്റെ മൂടുകളാണ്. എന്നാലും എന്റെ പാട്ട് കൊള്ളത്തില്ലെന്ന് അയാൾ പറഞ്ഞല്ലേ. അങ്ങോട്ടാണോ ഇങ്ങോട്ടോ? இவன்தான் எல்லாத்தையும் சாப்பிட்டு ബോസ് ചന്ദ്രബോസ്. ഏത് ചന്ദ്രബോസ്? ചന്ദ്രബോസ് ഡെക്കറേഷൻസ് ആൻഡ് ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സ്. കല്യാണം ആയിട്ട് 12 മണി കഴിഞ്ഞു. ചേട്ടാ പരിപാടി അപ്പുറത്തല്ലേ, ചേട്ടൻ ഇവിടെ? ഞാൻ മോനെ തിരക്കുന്നു. മോനെന്താ ഇവിടെ? എന്നെ ഫ്രണ്ട്സ് ഉണ്ട്. കയ്യിലെന്തു? വെറ്റ്ലിൻ പാപ്പു. മോനെ ചെറിയ ചെന്തിരക്കി നടക്കുന്നുണ്ട്. ചെറിയ മരിച്ചിട്ട് 5 കൊല്ലമായി. അസ്ഥിത്തറിയ ദക്ഷിണ വെച്ചായിരുന്നോ? ഇല്ല, ഫോട്ടോയുടെ മുന്നിൽ വെച്ച്. ഇനി കുഴിമാടത്തിൽ കൊണ്ടുപോകും. പിന്നെ വെക്കണ്ടേ? ആത്മാവ് പറയുന്നത് എനിക്ക് കേൾക്കാം. അങ്ങ് മാമ കൊണ്ടുവെക്കാം. എന്താ പൊന്നു മോനെ, മോൻ്റെ കല്യാണം കൊണ്ട് മാത്രമായിട്ട് മാമ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ ചേട്ടനല്ലേ നേരിയത്? ഞാൻ വിട്ടിട്ട് പോയാ. അയ്യോ, കണ്ണ് കാണാതെ മാമൻ്റെ തോർത്താന്നിരുന്ന് മാമനെ എടുത്തിട്ടാണ്. മാമനൊന്നും തോന്നല്ലേ? പോടാവില്ല. എവിടെ എന്തുപോലെ നിനക്ക് അവിടെ സ്വീകരണമായിരുന്നു? ഓ എന്റെ അളിയെ ഒന്നും പറയണ്ട, ഒടുക്കത്തെ തിരക്കല്ലേ. എടാ എല്ലാവരും ഒതുക്കിയിട്ട് ഇങ്ങോട്ട് വരണ്ടേ? അപ്പൊ എല്ലാം കഴിഞ്ഞ് നീ വന്നില്ലേ? വാ കളിക്കാം. ഇല്ല, അതിനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ബോസും പൊളിച്ചും ഒക്കെ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് അവരൊന്ന് പരിചയപ്പെടുത്തണം. ഇല്ല, അവരൊന്നും നടത്തില്ല, നമുക്ക് തന്നെ. അല്ലടാ, അവൻ പറഞ്ഞല്ലേ ഒരു മര്യാദ വേണം. നമുക്ക് പുള്ളി ഒന്ന് കാണണ്ടേ? ഈ ബോസ് പറയുന്നല്ലാതെ. അവൻ പറഞ്ഞല്ലേ നമുക്ക് പരിചയപ്പെട്ടേക്കാം. അല്ലടാ, ഒന്ന് കാണാം നമുക്ക്. ആ എടാ, നിങ്ങൾ അവരെ പരിചയപ്പെടുത്തി നല്ലതാണ്. അത്രേ ഉള്ളൂ. എന്റെ പാട്ടുകളൊന്നും പറയുന്നല്ലോ, ഒന്ന് കണ്ടേക്കാം. ഞാൻ കണ്ടേച്ചാ. അല്ല അതോടെ പോകും. എടാ, നമുക്ക് എല്ലാവർക്കും ഒരു ചേച്ചി പറയാം. അയ്യോ, അതോടെ ചികിത്സ ചെയ്ത് കൊടുത്താൽ മതി. മതിയോ? പിന്നെ ആർക്കും ഇഷ്ടപ്പെടും. മനു, ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. നമ്മളൊന്ന് ഇറങ്ങട്ടെ. പോകണം. നിക്ക് സാറേ, ഇതെന്റെ ഫ്രണ്ട്സാണ്. ഇത് ബിനോയ്, സെബാൻ, എന്താ ഇവരെന്റെ കൊച്ചുനാൾ പോലുള്ള ഫ്രണ്ട്സാണ്. ഇതെന്റെ ബോസാണ് സജി സാറ്. ഇവർ രണ്ടുപേരുടെ കൊളീഗ്സാണ്, പ്രദീപും വിപിനും. എന്തോ അലമ്പുണ്ടാക്കാനായിട്ട് വന്നിരിക്കും. അതൊക്കെ ഒരു ഫാമിലി പോലെ. എങ്ങനെ? എന്നാൽ നിങ്ങൾ എൻജോയ്. നമ്മളൊന്ന് ഇറങ്ങാം. രാവിലെ മണ്ഡപത്തിൽ കാണാം. ഓക്കെ? അല്ല അങ്ങനെ പോയാലോ? അങ്ങനെ പോയല്ലോ സാർ. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേച്ചി തരണം. അതെന്റെ കല്യാണമല്ലേ, നമുക്കൊന്ന് അടിച്ചു പൊളിച്ചിട്ട് പോവാം. അതുമല്ല, അതെ അവിടെ ഇനി ഇതൂടെ ബാക്കിയുള്ളൂ. ഇതൂടെ കടിച്ചിട്ട് പോയാൽ ഇപ്പൊ വീട്ടിൽ കൊണ്ട് അടിക്കാനാണെങ്കിൽ അടിച്ചു. അല്ല, അത് കഴിക്കാനായിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാറുണ്ടല്ലോ. എന്നിട്ട് വേണം അയാൾക്ക് എല്ലാം കൂടെ ഒറ്റയ്ക്ക് വലിച്ച് കയറ്റാം. കുറെ നേരം കൊണ്ട് ഞങ്ങൾ ഇയാളെ സഹിക്കും. ഇവിടെ കാര്യമൊക്കെ ശരിയാണ്. അയാൾ എന്റെ ബോസ് ആയിരിക്കും. അയാളുടെ പ്രത്യേക സ്വഭാവം ഞങ്ങൾ സഹിക്കേണ്ട കാര്യമില്ല. നീ പറയണ. അല്ല, പിന്നെ അയാൾ വലിയ ഒരാള്. അയാൾക്ക് മാത്രം തിന്നാണ്ട് പിടിക്കാൻ കിട്ടിയാൽ ഞങ്ങൾക്ക് നിന്നൊന്നും വേണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞു സാറേമാരെക്കാലം. എടോ മനു, തന്റെ കൂട്ടുകാരാന്ന് വെച്ച് ബോധമില്ലാതെ തോന്നിയ ദിവസം പറയാന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഇങ്ങനെ ഇവിടെ കിടന്ന് ബഹളം വെക്കില്ലേ? ആ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന്. അവരൊരു പെഗ് വേണം. എന്ത് ചെയ്യണം? അവരുടെ കല്യാണമല്ലേ. അയ്യോ, ഇങ്ങനെ വെള്ളമില്ലാണ്ട് കിടക്കല്ലേ എന്ന് പറ മോനെ. ചെറുക്കിന് ഇഷ്ടമില്ലാത്തോണ്ടാട്ടോ. നമ്മളോടൊന്നും തോന്നല്ലേ? ಎಲ್ಲ ಪಾಯಿಂಟ್ ರೈಟ್. என்னடாப்பா நீ என்ன பண்ணி வச்சிருக்க? മനു ഇങ്ങോട്ട് നോക്കിയേ. ആ നോക്കിക്കണി ചേട്ടന്മാരും ചേർന്ന് ലെഫ്റ്റിലെ ചെറിയ പൊടിക്ക്.
എല്ലാവരും ക്യാമറ നോക്കണേ. ഓക്കെ, സ്മൈൽ പ്ലീസ്. ഓ, ആ ബാക്കിൽ നിൽക്കണമെന്ന് ഇറങ്ങി പൊയ്ക്കാണെന്ന്. പണിക്ക് വന്നതാണേ, മാമനോടൊന്നും തോന്നില്ലേ? செம்மையான ஒரு லாஃப்டர் அகைன் ஒன்ஸ் அகைன் அண்ட் வந்து லைக் வந்து அப்படியே பார்த்துட்டு அந்த பில்டப் வந்து கொடுக்குற மாதிரி வந்து ஷார்ட் வச்சிருந்தாங்க. கடைசியில இது மாமா கூட இல்ல, நான் வந்து சரி ஏதோ ரிலேட்டிவ் தான் வந்து அவர்தான் வந்து சரி 2 சைடு எடுத்து வாங்கி இவரே வந்து எல்லாத்தையும் அமுக்கிட்டு இருக்காரு அப்படின்னு. பட் தி பெஸ்ட் சீன் அப்படின்னு சொன்னா அந்த லாஸ்ட்ல அந்த சாங் வந்துட்டு அந்த பிரைட் வந்து ஒருத்தரையா திரும்பி பாக்குறதா வந்து ரொம்ப சூப்பரா கட்டு போட்டு வந்து போட்டோ எடுக்கிற மாதிரி. அண்ட் அதே மாதிரி அந்த பீனட்ஸ வச்சு இது வந்து தாரே ஜமீன் பர், இது வந்து ஜிந்தகி நாம லே துமாரா அண்ட் தூம் வெஹிக்கிள் இன்சூரன்ஸ் அப்படின்ற அந்த கான்செப்ட் வந்து ரொம்ப நல்லா இருந்தது. அதுக்கு முன்னாடி அந்த கிளாஸ் இது நல்லா சொல்லிருந்தாங்க. 2 பேர் வந்து வச்சிருப்பாங்க, திடீர்னு ஒரு ஆக்சிடென்ட் ஆயிடுச்சு, அப்படி உன்னோட ஃபேமிலி வந்து போயிடுச்சு. ஸோ ஸ்டில் வில் பி யுவர் உங்க பாலிசி வந்து ரொம்ப சேஃப், உங்களுக்கு வந்து எல்லாமே இன்சூரன்ஸ் கிடைச்சிரும் அப்படின்னு அது மாதிரி அந்த இடம்லாம் வந்து ரொம்ப ரொம்ப நல்லா இருந்தது. ஆக்சுவலி எனக்கு அந்த ஹோல் கான்செப்டே வந்து சூப்பரா இருந்ததுல. ஸ்மைல் ப்ளீஸ் அப்படின்னா வந்து இந்த போட்டோ எடுக்கிறதுக்கு முன்னாடி சே சீஸ் ஸ்மைல் அந்த மாதிரி சொல்லுவாங்கல்ல, சோ அந்த மாதிரி ஒரு விஷயம் சூப்பரா இருந்தது. கான்செப்ட் எப்படி இப்படிலாம் யோசிக்கிறாங்க. இந்த பாத்தீங்கன்னா 2 ரூம்ல வந்து லைக் வந்து ஃபுல்லா ஷூட் பண்ணிட்டு அதுக்கப்புறம் வந்து ஒரு எக்ஸ்ட்ரா குட்டி ஒரு சீன் வச்சுட்டு அது மாதிரி வந்து ஃபினிஷ் பண்ணிருந்தாங்க. அண்ட் ஸ்மைல் ப்ளீஸ் அந்த கேப்ஷன் வந்து பாத்தீங்கன்னா லாஸ்ட்ல வந்து அந்த அர்த்தம் போற அப்ப கூட அவர் வந்து லைக் ஒரு என்ட்ரி கொடுத்து அவரும் அடியோட உள்ள என்ட்ரி அப்படின்னு சொல்லிட்டு அவர் சூப்பரா ஒரு கேரக்டர் வந்து பண்ணிருந்தாங்க. ரொம்ப நல்லா இருந்துச்சு. அவங்களுடைய கேரக்டர் வந்து பாத்தீங்கன்னா செம்மையா வந்து பிளே பண்ணி சண்டை போட்டு அடி குத்து எல்லாத்தையும் வாங்கிட்டு பயங்கரமா வந்து பண்ணியிருந்தாங்க. ரொம்ப நல்லா இருந்துச்சு. சோ இந்த வீடியோ உங்களுக்கு பிடிச்சிருந்தா கண்டிப்பா லைக் பண்ணுங்க, கமெண்ட் பண்ணுங்க, ஃப்ரெண்ட்ஸ் அண்ட் ஃபேமிலியோட ஷேர் பண்ணுங்க. மறக்காம எங்க சேனலுக்கு வந்து சப்ஸ்கிரைப் பண்ணுங்க, அண்ட் பக்கத்துல இருக்க பெல் ஐகானை கிளிக் பண்ணுங்க. Thank you. Bye.